ഹായ് മക്കളെ, 3-ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3-ാം ക്ലാസ്സിലെ EVSലെ 5-ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ബാക്കി നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഫുഡ് ആൻഡ് ഹെൽത്ത്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ആണല്ലേ, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. വാവ്, മൈ ബ്രദർ പ്രിപ്പേഴ്സ് ഡിലീഷ്യസ് വെജിറ്റബിൾ സാലഡ്. അപ്പോൾ കുട്ടി പറയുകയാണ് എൻ്റെ ബ്രദർ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കും എന്ന് പറയുകയാണ്. ദെൻ ഹാവ് യു എവർ ഹാഡ് എ വെജിറ്റബിൾ സാലഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വെജിറ്റബിൾ സാലഡ് കഴിച്ചിട്ടുണ്ടോ? ഡു യു നോ ഹൗ ടു പ്രിപ്പയർ എനി ഡിഷ്? നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാൻ? ഒരുപാട് ഡിഷ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ, അതിൽ ഏതെങ്കിലും ഒരു ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമോ? വാട്ട് ഓൾ ഡിഷസ് ഹാവ് യു പ്രിപ്പയർഡ്? നിങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ഡിഷസാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുവരെ? നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഭവങ്ങളാണല്ലേ, നമ്മൾ കഴിക്കുന്ന ഒരുപാട് ഭക്ഷണ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിച്ച് ആർ ദ ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്? നമ്മൾ സാധാരണ നിങ്ങൾ കഴിക്കാറുള്ള ഡിഷുകൾ എന്തൊക്കെയാണ്? നമ്മൾ ദോശ, ഇഡ്ഡലി, റൈസ്, ഫിഷ് കറി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. ഹൗ അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതൊക്കെ തന്നെയായിരിക്കും കഴിക്കാറുണ്ടാവും അല്ലേ. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇത്തരത്തിലുള്ള ഫുഡുകളാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. Which are the food items used to make these dishes? Complete the table. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഷും അതിൽ ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾ എഴുതി കൊടുക്കണം. ഫസ്റ്റ് വണ് ബോയിൽഡ് റൈസ് ആണ്. അതിന് എന്ത് വേണം? റൈസ് മാത്രം മതി. ദെൻ ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലോ വീറ്റ്, വാട്ടർ, സോൾട്ട്, ഇത്രയും സാധനം നമുക്ക് ആവശ്യമാണ്. സാമ്പാറിനാണെങ്കിൽ പൊട്ടാറ്റോ, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ദാല്, ഒനിയൻ, ഡ്രം സ്റ്റിക്ക്, മസാല പൗഡർ, ഇതൊക്കെ ആവശ്യമാണ്. എഗ് കറി ആണെങ്കിൽ എഗ്, ഒനിയൻ, ടൊമാറ്റോ, ചില്ലി, ജിഞ്ചർ, ഗാർലിക്. പായസം റൈസ്, കാഷ്യൂനട്ട്, കിവീസ് അല്ല കേട്ടോ, കിസ്മിസ് ആണ് കേട്ടോ. കിസ്മിസ്, മിൽക്ക്, ഷുഗർ. മാംഗോ ജ്യൂസ് ആണെങ്കിലോ മാംഗോ, വാട്ടർ, ഷുഗർ. ദെൻ ബട്ടർ മിൽക്ക് ആണെങ്കിൽ കേർഡ്, ചില്ലി, കറി ലീവ്സ്, ജിഞ്ചർ. ഫിഷ് കറി ആണെങ്കിൽ ഫിഷ്, ഒനിയൻ, ടൊമാറ്റോ, സാൾട്ട്, ചില്ലി. ചമ്മന്തി ആണെങ്കിൽ കോക്കനട്ട്, ചില്ലി, ഒനിയൻ. ദോശ റൈസ് ഫ്ലോർ, വാട്ടർ, സോൾട്ട്. ടൊമാറ്റോ കറി ടൊമാറ്റോ, ചില്ലി, ഗാർലിക്, കറി ലീവ്സ്, മസാല പൗഡർ. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ദെൻ Are all the food items that you have written on the table of the same type? ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാതും സെയിം ടൈപ്പിൽ സെയിം ഐറ്റം ആണോ എഴുതിയിട്ടുള്ളത്? അല്ല അല്ലേ, ഓരോന്നും വ്യത്യാസമുണ്ട്. ദെൻ വിച്ച് among them are all the same type? ഇവിടെ ഒരേ സെയിം ടൈപ്പിലുള്ളത് ഏതൊക്കെയാണ്? ചിലത് വെജിറ്റബിൾസ് സെയിം ആണല്ലേ, ചിലത് എന്താണ് നമ്മളതിൽ ഉപയോഗിക്കുന്ന സീരിയൽസ് അഥവാ ഗ്രെയിൻസ്, ധാന്യങ്ങൾ സെയിം ആണ്. ബാക്കിയെല്ലാം മസാല പൗഡേഴ്സ് സെയിം ആയിരിക്കും. ചിലതെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ക്ലാസിഫൈ. ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദി നെയിം ആൻഡ് പിക്ചേഴ്സ് ഓഫ് ദ ഫുഡ് ഐറ്റംസ്. താഴെ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ഫുഡ് ബാസ്ക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഗിവൺ. ഇവിടെ അതിൻ്റെ നമ്പർ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെയുള്ള ഫുഡ് ബാസ്ക്കറ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കൗ പീസ്, ക്യാബേജ്, ജാക്ക് ഫ്രൂട്ട്, അതിൻ്റെ മേലെ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീറ്റ്, ദെൻ കൊളോക്കേഷ്യ, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം, മിൽക്ക്, ലേഡീസ് ഫിംഗർ, മീറ്റ്, മാംഗോ, ഫിഷ്, റൈസ്, യാം, ടാപ്പിയോക്ക, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഒന്നാമത്തേതിൽ വരുന്നത് ഏതൊക്കെയാണ്? കാബേജ്, ലേഡീസ് ഫിംഗർ. 2ൽ വരുന്നത് ജാക്ക് ഫ്രൂട്ട്, മാംഗോ. 3ൽ വരുന്നത് മിൽക്ക്, മീറ്റ്, ഫിഷ്. ദെൻ 4ൽ വരുന്നത് കൊൾക്കേഷ്യ, യാം, ടോപ്പിയോക്ക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോ പീസ്, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം. 6ൽ വരുന്നത് വീറ്റ്, റൈസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്? ഫസ്റ്റ് ബാസ്ക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്? കാബേജ്, ലേഡീസ് ഫിംഗർ അല്ലേ, ഇത് രണ്ടുമാണുള്ളത്. ലേഡീസ് ഫിംഗർ എന്താണ്? വെണ്ടക്ക. ദെൻ വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ് ടു? ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നമുക്കറിയാം കാബേജും ലേഡീസ് ഫിംഗറൊക്കെ വെജിറ്റബിൾസ് ആണല്ലേ, പച്ചക്കറികളാണ്. അപ്പോൾ നമുക്ക് അവിടെ വെജിറ്റബിൾസ് എന്നുള്ളതിലേക്ക് എഴുതി കൊടുക്കാം. ദെൻ ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ്സ് ആണ്. ഇവിടെ വെജിറ്റബിൾസിൻ്റെ ഒരു വേർഡ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കാം. എന്തൊക്കെ എഴുതാം? കാബേജ്, ലേഡീസ് ഫിംഗർ, ഒനിയൻ, ടൊമാറ്റോ, ചില്ലി, ജിഞ്ചർ, ഡ്രം സ്റ്റിക്സ് എന്താണ്? മുരിങ്ങക്കായ. ബിറ്റർ ഗോഡ്, ആഷ് ഗോഡ്,
ഗാർലിക്, പീ. ഇത്രയും സാധനങ്ങളുടെ പേര് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇൻ വിച്ച് കാറ്റഗറി ക്യാൻ ബി ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സെക്കൻഡ് ബാസ്ക്കറ്റ് ബി ഇൻക്ലൂഡഡ്? സെക്കൻഡ് ബാസ്ക്കറ്റിലുള്ളത് ഏതൊക്കെയാണ്? അവിടെ കൊടുത്തിട്ടുള്ള പേര് നോക്കൂ. ജാക്ക് ഫ്രൂട്ട്, മാംഗോ. ഇത് ഏതിലാണ് വരുന്നത്? ഫ്രൂട്ട്സിലാണ് അല്ലേ? അപ്പോൾ അവിടെ ഫ്രൂട്ട്സ് എന്ന് എഴുതി കൊടുക്കാം. ഫൈൻഡ് ആൻഡ് മോർ ഡൗൺ ദ നെയിംസ് ഓഫ് മോർ ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരും കൂടെ എഴുതി കൊടുക്കാം. ആപ്പിള്, ഗ്രേപ്സ്, സ്ട്രോബെറി, അവക്കാഡോ, പൈനാപ്പിൾ, കസ്റ്റാർഡ് ആപ്പിൾ, ഓറഞ്ച്, പ്ലം, വാട്ടർമെലൺ. ഇനി ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അവിടെ എഴുതി കൊടുക്കാം. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ എ പൈനാപ്പിൾ ഹാസ് ബീൻ ടേൺ ഇൻ ടു എ ബേർഡ്? ഇവിടെ നോക്കൂ, ഈ പിക്ചറിൽ എന്താണ്? പൈനാപ്പിൾ വെച്ചുകൊണ്ട് ഒരു ബേർഡ് ഉണ്ടായിരിക്കുകയാണ് അല്ലേ? വിച്ച് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഫിഗർ ഓഫ് ദിസ് ബേർഡ്? ഈ വേർഡ്സിൽ വേറെ ഏതൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണുള്ളത്? പൈനാപ്പിൾ, വാട്ടർമെലൺ, പംകിന്, ടൊമാറ്റോ, ക്യാരറ്റ്സ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഡ്രോ ആൻഡ് കളർ പിക്ചേഴ്സ് ലൈക്ക് ദീസ് യൂസിങ് ഫ്രൂട്ട്സ്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് വെച്ചുകൊണ്ട് എന്തൊക്കെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ച് കളർ ചെയ്യാനാണ് പറയുന്നത്. Didn't you see the food items in the third basket? തേർഡ് ബാസ്ക്കറ്റിലുള്ളത് ഏതൊക്കെയാണ്? മിൽക്ക്, മീറ്റ്, ഫിഷ്. ഇത് ഇത്രയുമാണ് തേർഡ് ബാസ്ക്കറ്റിൽ ഉള്ളത്. വാട്ട് അതർ ഫുഡ് ഐറ്റംസ് ഡു യു നോ വിച്ച് വി ഗെറ്റ് ഫ്രം എനിമൽ സോഴ്സസ്? എനിമൽ സോഴ്സിൽ നിന്നും കിട്ടുന്നത് ഏതൊക്കെയാണ് ഇതിൽ? എഗ്ഗ് അല്ലേ? എഗ്ഗ് എന്ന് പറയുന്നത് എനിമലിൽ നിന്നും കിട്ടുന്നതാണ്. ദെൻ അതുപോലെ തന്നെ മീറ്റും അതെ. ഇൻ വിച്ച് കാറ്റഗറി ഡു ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫോർത്ത് ബാസ്ക്കറ്റ്സ് ബിലോങ് ടു? ഫോർത്ത് ബാസ്ക്കറ്റിൽ ഏതാണുള്ളത് കൂട്ടുകാരെ? കൊളക്കേഷ്യ, യാം, ടാപ്പിയോക്കോ. ഇതൊക്കെ ഏതിൽ പെടുന്നതാണ്? ട്യൂബേഴ്സിൽ പെടുന്നതാണ്. ദെൻ ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ട്യൂബേഴ്സ്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഐ ഗ്രോ അണ്ടർഗ്രൗണ്ട് ആൻഡ് ബിലോങ് ടു ദ ട്യൂബർ ഫാമിലി. ഞാൻ എവിടെയാണ്? അണ്ടർഗ്രൗണ്ടിൽ മണ്ണിനടിയിലാണ് ഉണ്ടാകുന്നത്. ഞാൻ എന്തിൽ പെട്ടതാണ്? ട്യൂബർ ഫാമിലിയിൽ പെടുന്നതാണെന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ട്യൂബേഴ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? നമ്മുടെ ഏരിയയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ട്യൂബേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് കൊളക്കേഷ്യ, ദെൻ ടാപ്പിയോക്ക, പൾപ്പിൾ യാം. ഇതൊക്കെ നമ്മുടെ ഭാഗത്തും കാണപ്പെടുന്നതാണ്. ദെൻ വിച്ച് കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റംസ് ആർ ദർ ഇൻ ദ ഫിഫ്ത്ത് ബാസ്ക്കറ്റ്? ഫിഫ്ത്ത് ബാസ്ക്കറ്റിലുള്ളത് ഏതാണ്? പൾസസ് ആണ്. പൾസസ് ആണ് ഫിഫ്ത്ത് ബാസ്ക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. വാട്ട് ആർ ദ പൾസസ് ദാറ്റ് വി യൂസ് ആസ് ഫുഡ്? റൈറ്റ് ദം ഡൗൺ. നമ്മൾ ദിവസം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന പൾസസുകൾ ഏതൊക്കെയാണ്? ബീൻസ്, ലെൻറ്റിൽസ്, ചിക്ക് പീസ്, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാംസ്, ഹോൾസ് ഗ്രാം. ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സീരിയൽസിനെ കുറിച്ചിട്ടാണ്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സിക്സ്ത് ബാസ്ക്കറ്റ്? സിക്സ്ത് ബാസ്ക്കറ്റിലുള്ളത് ഏതൊക്കെയാണ്? റൈസ് ഒക്കെ ആയിരുന്നു അല്ലേ? വാട്ട് ഡിഷസ് ഡു യു നോ ദാറ്റ് ആർ മെയ്ഡ് യൂസിങ് ദീസ് ഐറ്റംസ്? അപ്പോൾ ഈ ഐറ്റംസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? ഈ ഒരു വേർഡ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. റൈസ് വെച്ചിട്ട് നമുക്ക് ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം, പത്തിരി, അട ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ? വീറ്റ് ആണെങ്കിലോ ചപ്പാത്തി, ഉപ്മ, പൂരി, കേക്ക്, ഹൽവ, പായസം. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീറ്റ് വെച്ചുകൊണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തത് മില്ലറ്റ്സ്. ഈ മില്ലറ്റ്സ് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അല്ലേ? എന്തൊക്കെയാണ് മില്ലറ്റ്സ് എന്നുള്ളത് നോക്കാം. ഫിംഗർ മില്ലറ്റ് അഥവാ രാഗിയാണ്. ഫോക്സ്റ്റൈൽ മില്ലറ്റ് തിന, ലിറ്റിൽ മില്ലറ്റ് ചാമ. ദെൻ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് മില്ലറ്റ്സ്. ഇതൊക്കെയാണ് മില്ലറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ചെറുധാന്യങ്ങളാണ് ഇവ. ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് അതർ മില്ലറ്റ്സ്. അപ്പോൾ വേറെ ഏതെങ്കിലും മില്ലറ്റ്സിൻ്റെ പേര് അറിയുമെങ്കിൽ അത് എഴുതാനാണ്. പേൾ മില്ലറ്റ് അഥവാ ബജർ, സ്വർഗം, ജോവർ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ദം ഔട്ട്. എന്ത് ചെയ്യുക? നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഫുഡ് ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ഏതൊക്കെയാണെന്ന് എഴുതാം. രാഗിപ്പുട്ട്, ചാമ ഉപ്മ, തിന ഉപ്മ, പൊറിഡ്ജ്, പായസം. പൊറിഡ്ജ് പറഞ്ഞാൽ കഞ്ഞി. ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആർ മില്ലറ്റ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? നമ്മുടെ ഏരിയയിലും ഇത്തരത്തിലുള്ള മില്ലറ്റ്സ് ഒക്കെ ഉണ്ടോ? നിങ്ങളൊന്ന് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്ക്. ചില ഭാഗങ്ങളിലൊക്കെ മില്ലറ്റ്സ് ഉണ്ടാക്കാറുണ്ട്, രാഗിയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ദെൻ ഇവിടെ പറയുന്നുണ്ട് ഇടമലക്കുടി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഈസ് ദ ഓൺലി ട്രൈബൽ പഞ്ചായത്ത് ഇൻ കേരളം. എന്താണ്? കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി എന്ന് പറയുന്നത്. ദെൻ കൊറങ്കാണ്ടി ഈസ് എ ഡിഷ് പ്രിപ്പയർഡ് ബൈ ദ റെസിഡൻസ് ബൈ മേക്കിംഗ് പുഡിംഗ് ഫ്രം ഫിംഗർ മില്ലറ്റ്. ഫിംഗർ മില്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ ഒരു കൊറങ്കാട്ടി എന്ന് പറയുന്നത്. ഫിംഗർ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ റാഗി, അത് കുറുക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് ഇത്.
Expand the list below by finding more food items in each category like fruits, vegetables and grains. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ആദ്യത്തേത് റൈസ് എന്ന് പറയുന്നത് ഗ്രെയിൻസിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് ഗ്രെയിൻസ് എന്ന് കൊടുക്കുക. അതിൽ റൈസ്, വീറ്റ്, ബാർലി, കോൺ, ഓട്സ്. നെക്സ്റ്റ് വൺ ട്യൂബേഴ്സ് ആണ്. അതിൽ വരുന്നത് യാം, കൊളോക്കേഷ്യ, ടാപ്പിയോക്ക, പേർപ്പിൾ യാം. ദെൻ പൾസസിൽ വരുന്നത് ബീൻസ്, ലെൻറ്റിൽസ്, ചിക്ക് പീസ്, കോപ്പീസ്, ഗ്രീൻ ഗ്രാം, ഹോൾസ് ഗ്രാം. വെജിറ്റബിൾസ് ആണെങ്കിൽ ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, പംകിന്, ടൊമാറ്റോ, ഒനിയൻ, ജിഞ്ചർ, ചില്ലി. ഇനി ഒരുപാട് എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഒരു ടേബിൾ കംപ്ലീറ്റ് ആകുന്നവരെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഫ്രൂട്ട്സ് ആണ് ഗുവാവ, ആപ്പിൾ, ഗ്രേപ്സ്, കിവി, അവോക്കാഡോ, പ്ലം, ഓറഞ്ച്. നെക്സ്റ്റ് ആനിമൽ സോഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? എഗ്ഗ്, മിൽക്ക്, മീറ്റ്, ഫിഷ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഫുഡ് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഹെൽത്തി ആവുന്നത് എന്നുള്ളതിന് നമുക്ക് നോക്കാം. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ഇൻ അവർ ഡയറ്റ്? എന്തിനാണ് നമ്മൾ ഭക്ഷണത്തിൽ ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത്? എന്തിനായിരിക്കും? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് അല്ലേ. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. നമുക്ക് രോഗങ്ങളിൽ നിന്നും ശക്തി പകരണമെങ്കിൽ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് നൽകണമെങ്കിൽ ഇപ്പോൾ ഒരു സാധനം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? സ്ട്രെങ്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാതും കഴിച്ചാലാണ് നമുക്ക് സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ. ലെറ്റ്സ് ഡ്രോ ദ പാത്ത് ഫ്രം ഫുഡ് ഐറ്റംസ് ത്രൂ ദ ബലൂൺ യാൺ. ഇവിടെ എന്താണ്? ഒരു ബലൂണിൻ്റെ യാണ് വരച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിൽ നിന്നും കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യു ക്യാൻ റീച്ച് ദ ബലൂൺ ലിസ്റ്റഡ് വിത്ത് ദ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദോസ് ഫുഡ്സ്. അപ്പോൾ ആ ഒരു ഫുഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് വൺ ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇങ്ങനെ പോവും, ഈ ഒരു യാണ് ഇങ്ങനെ പോയിട്ട് എവിടെ എത്തിച്ചേരും? നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്ഗ്, ഫിഷ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വേണം നോക്കൂ. ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് നൽകുന്നത് ഏതൊക്കെ ഫുഡാണെന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെ പോയിട്ട് എവിടെ എത്തും? ഇവിടെ പോയി ഇതേ ഇങ്ങോട്ടേക്ക് എത്തിയല്ലേ. ഏതാണ്? സീരിയൽസും ട്യൂബേഴ്സുമാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകാനുള്ള ഫുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസ് എന്നുള്ളതാണ്. ഡിസീസിൽ നിന്നും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് എന്ന് നോക്കാം അല്ലേ. ഇങ്ങനെ പോവുക, എന്നിട്ട് ഇവിടെ എത്തിച്ചേരും. ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഫുഡ് ഐറ്റംസിനും ഓരോ ഫങ്ഷൻസ് ആണുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇനി ലെറ്റ്സ് റൈറ്റ് ദ ഇൻഫർമേഷൻ വി ഹാവ് ഗാതേർഡ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം? നമുക്കൊന്ന് എഴുതി നോക്കാം. സീരിയൽസിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. ട്യൂബേഴ്സിൽ നിന്നും ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക് തന്നെയാണ്. വെജിറ്റബിൾസിൽ നിന്നും എന്താണ്? പ്രിവെൻറ്റ് ഫ്രം ഡിസീസസ്. ആ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. ഫ്രൂട്ട്സും അത് തന്നെയാണ്, പ്രിവെൻറ്റ് ഫ്രം ഡിസീസസ്. ഇനി ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്തിൽ വരുന്നത് പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്ഗ്, ഫിഷ് ഇത്രയും സാധനങ്ങൾ വരുന്നതാണ്. അപ്പോൾ അത് ഓരോന്നും എഴുതുക, എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് അവിടെ എഴുതി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ബോഡീസ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്ത് വേണം? നമ്മൾ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം. എന്നാലാണ് നമുക്ക് ഗ്രോത്തും അതുപോലെ തന്നെ ഹെൽത്തും ഉണ്ടാവുകയുള്ളൂ. ഡോണ്ട് യു ഓൾസോ ഈറ്റ് ഫുഡ്സ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ. നമ്മൾ ഓയിലിൽ ഭക്ഷണം ഉണ്ടാക്കിയത് കഴിക്കാറുണ്ടോ? വാട്ട് ആർ ദേ? എന്തൊക്കെയാണ് കഴിക്കാറുള്ളത്? മീനൊക്കെ, ഫിഷ് ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. ദെൻ ലെറ്റ്സ് ടു വാട്ട് ദ ഡോക്ടർ സേസ്. ഇനി ഡോക്ടർ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗിവ്സ് അസ് എനർജി ടു വർക്ക്. എന്താണ്? ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊഴുപ്പാണല്ലേ. അത് ജോലി ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകുന്നുണ്ട്. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ദീസ് ഓയിൽ വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ്. പക്ഷേ ഇത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ബോഡി ഫാറ്റ് ഉണ്ടാകും. ദിസ് മേ ലെഡ് ടു വേരിയസ് ഡിസീസസ്. ഇത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകും. ദെർഫോർ ഈറ്റിംഗ് ഫ്രൈഡ് ഫുഡ് പ്രൊഡക്ട്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് റെഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്.
ഇനി അടുത്തത്, നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രം മതിയോ? നോ, നമുക്ക് അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? ഡ്രിങ്കിങ് വാട്ടർ, വെള്ളവും നന്നായിട്ട് കുടിക്കേണ്ടതാണ്. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ? ഒരു ദിവസം നിങ്ങൾ എത്ര വെള്ളം കുടിക്കും കൂട്ടുകാരെ? ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. ഒരു ദിവസം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? 6-8 ഗ്ലാസ് വെള്ളം കുടിക്കണം. ദിസ് മേ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വി ഡു. പക്ഷേ ഇത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിനും ക്ലൈമറ്റിനും അനുസരിച്ച് മാറ്റം വരാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ന് പറയുന്നത്. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. നമ്മുടെ നല്ലൊരു ജീവിതത്തിന്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് നമുക്ക് എന്ത് വേണം? നല്ല ക്വാളിറ്റി ഫുഡും വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും നമുക്ക് ആവശ്യമാണ്. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു ഹാഡ് ഓൺ ഈച്ച് ഡേ ഓഫ് എ past week in the table below. Analyze the chart and find out ചേഞ്ചസ് നീഡഡ് ഇൻ യുവർ ഡയറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ലാസ്റ്റ് ഒരാഴ്ച കഴിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതേപോലെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് എഴുതുക. നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷന്, വെയിറ്റ്, ഹൈറ്റ് എന്നിവ എഴുതണം. എന്നിട്ട് സീരിയൽസ് ഏതൊക്കെ ദിവസം കഴിച്ചു, പൾസസ് ഏതൊക്കെ ദിവസം കഴിച്ചു, മിൽക്ക്, ഫിഷ്, എഗ് ആൻഡ് മീറ്റ് ഇത് ഏതൊക്കെ ദിവസം കഴിച്ചു, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൺസ്യൂമഡ് എത്രയാണ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എത്രത്തോളം കഴിച്ചു എന്നുള്ളത് നിങ്ങളവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. വാഷ് ദ ഹാൻഡ്സ് ആൻഡ് ഫേസ് ത്രൂലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾ കൈയും മുഖവും നന്നായി കഴുകിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേഡ് വേരിയസ് ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ്. എന്താണ് ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോ? ഡിഡ് ആക്ടിവിറ്റീസ് ലൈക്ക് എ പ്ലാന്റിങ് ആൻഡ് വാട്ടറിങ് വെജിറ്റബിൾസ്. മാത്രമല്ല ഈ പച്ചക്കറികൾ നടൽ, നനയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരാഴ്ച ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടെ പറ്റുന്നതാണ്. ലെറ്റ്സ് പ്രിപ്പയർ എ സാലഡ്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സാലഡ് ഉണ്ടാക്കി നോക്കാം. ഷാൾ വി പ്രിപ്പയർ എ ഡിലീഷ്യസ് സാലഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ലീവ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലീവ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കി നോക്കാം. വാട്ട് ആർ ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിങ് അൺകുക്ക്ഡ് ഫുഡ്സ്? എന്താണ് ഡിഷസ്? നമ്മൾ ഈ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഈ വേവിക്കാത്ത പച്ചക്കറികളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ഇൻ ദ ക്ലാസ്. അത് നിങ്ങൾ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യുക. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് സീൻ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് കാണുന്നത്? വെജിറ്റബിൾസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലീഫി വെജിറ്റബിൾസ് കാണുന്നുണ്ട്, ഫ്രൂട്ട്സ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ സാലഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫുഡ് ഐറ്റംസ് ഇൻ ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സാലഡിൻ്റെ പിക്ചർ നോക്കുക, എന്നിട്ട് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? ടൊമാറ്റോ, ബ്രൊക്കോളി തുടങ്ങിയ ഒരുപാട്, ക്യാരറ്റ്, ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. മാത്രമല്ല കിവി, ബ്ലൂബെറി അങ്ങനെ തുടങ്ങിയ വെജിറ്റബിൾസും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് വിൽ യു യൂസ് ഇഫ് യു പ്രിപ്പയർ എ സാലഡ്? നിങ്ങളൊരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലെല്ലാ സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക അല്ലേ? എല്ലാത്തും നമ്മൾ ഉപയോഗിക്കില്ല. റൈറ്റ് ഡൗൺ ദ റെസിപ്പി. അപ്പം നിങ്ങളുടെ സാലഡിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ സാലഡ് ആൻഡ് കളർ ഇറ്റ്. അപ്പം നിങ്ങളുടെ സാലഡിൻ്റെ പിക്ചറും വരച്ചതൊന്ന് കളർ ചെയ്യുകയും കൂടെ ചെയ്യുക. ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഇതൊക്കെ ഗുണകരമായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതിലും നമുക്കറിയാവുന്നതുമാണ്, കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. ചിലത് എന്ത് ചെയ്യും? അൺകുക്ക്ഡ് ആണ്. ചിലത് നമ്മൾ കുക്ക് ചെയ്തിട്ടും കുക്ക് ചെയ്യാതെയും ഉപയോഗിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇന്ന് ക്ലാസിഫൈ ചെയ്യുക. കുക്ക്ഡ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, മീറ്റ്, ഫിഷ്, യാം, അതുപോലെ തന്നെ ക്യാബേജ്, ബീട്രൂട്ട് ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അൺകുക്ക്ഡ് ആണെങ്കിലോ ജാവ ആപ്പിൾ അഥവാ ചാമ്പക്ക, ഓറഞ്ച്, ഗ്രേപ്സ്, വാട്ടർമെലൺ, ഡ്രാഗൺ ഫ്രൂട്ട്, ചെറി, മാംഗോ, പൈനാപ്പിൾ ഇതൊക്കെ അൺകുക്ക്ഡ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡിൽ വരുന്നത് ഏതൊക്കെയാണ്? ബീട്രൂട്ട്, ഒനിയൻ, ടൊമാറ്റോ, ലെറ്റൂസ് ഇതൊക്കെ അതിൽ വരുന്നതാണ്. ദെൻ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? കുക്ക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ? കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണ്. കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് കാറ്റഗറി ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ? റോ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് കാറ്റഗറിയിലുള്ളതാണ്? ഫ്രൂട്ട്സ് ആണല്ലേ? ഫ്രൂട്ട്സ് നമ്മൾ അധികം അങ്ങനെ വേവിക്കാതെയാണ് കഴിക്കാറുള്ളത്. വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? ഏതൊക്കെയാണ് കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? പൾസസ്, ഗ്രെയിൻസ്, സീരിയൽസ് ഇതൊക്കെയാണ്.
വൈ ഡു വി കുക്ക് ഫുഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്നത്? ഒന്ന്, ടു ഇൻക്രീസ് ടേസ്റ്റ്, അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോർ, ഫുഡ് ബിക്കം സോഫ്റ്റ്, ചില ഫുഡൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആവും. ഇപ്പോൾ അരി നമുക്ക് വേവിച്ചാൽ എന്താണ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അരി അല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുപോലെ ഫോർ ഈസി ഡൈജഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വേവിക്കുന്നത്. വി ഹാവ് ലേൺഡ് വാട്ട് all types of food items are necessary for a healthy life. Do you need to make any changes in your diet? അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ മനസ്സിലായി, ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് എന്തിനാണ്? നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുത്തേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇൻക്ലൂഡ് മോർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻ, പൾസസ് ആൻഡ് ട്യൂബേഴ്സ് ഇൻ ഫുഡ്, ഡ്രിങ്ക് മോർ വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ജസ്റ്റ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ അത് എഴുതി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൈ മെയിൻ ജോബ് ഈസ് ടു ചൂ ഫുഡ്. എന്താണ്? ഭക്ഷണം ചവച്ചരക്കുക എന്നതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് ആരാ പറയുന്നത്? പല്ലാണ് പറയുന്നത് അല്ലേ, ടീത്താണ് പറയുന്നത്. ഡു വി ഫുഡ് വെൽ ച്യൂഡ്? നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ചാണോ കഴിക്കാറുള്ളത്? ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൂയിങ് ഫുഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഡൈജഷൻ ബിക്കംസ് ഈസി. എന്താണ്? ഡൈജഷൻ വളരെ ഈസി ആയിട്ട് നടക്കും. മാത്രമല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ്. താഴെ കുറച്ച് ഹാബിറ്റ്സ് പറയുന്നുണ്ട്, അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വൺ, ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നല്ലതാണോ? അല്ല. അപ്പോൾ അവിടെ തെറ്റ് എന്നിട്ട് കൊടുക്കുക. ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ. ഇറച്ചി നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക, അത് ശരിയാണ്. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക എന്നുള്ളതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബൈ ക്രിയേച്ചേഴ്സ്. ഈ ജീവികളൊക്കെ കഴിച്ച ഭക്ഷണങ്ങൾ കഴിക്കാറില്ല, അതും ശരിയായിട്ടുള്ളതാണ്. ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ. വെള്ളം മടി കൂടാതെ കുടിക്കുക എന്നുള്ളത് എന്താണ്? കുടിക്കാൻ മടി കാണിക്കുക, അത് ശരിയാണോ? ശരിയല്ല, അപ്പോൾ അത് തെറ്റാണ്. നോട്ട് ഹാവിങ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, അതും തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെ രണ്ടെണ്ണയും തെറ്റാണ്, ഇടയിൽ മൂന്നെണ്ണം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, കിച്ചൺ ഗാർഡനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അടുക്കള തോട്ടം. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളുടെ ചുറ്റുപാടും എന്തൊക്കെ പച്ചക്കറികളാണുള്ളത്? ടൊമാറ്റോ, ചില്ലി, പിയ, ലേഡീസ് ഫിംഗർ, ജിഞ്ചർ, സ്നേക്ക് ഗോഡ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റും ഇതേപോലെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഉണ്ട് അല്ലെ. എന്താണ്? ക്യാൻ ബി യൂസ്ഡ് ഫ്രഷ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇറ്റ് വിൽ ബി മോർ ഡിലീഷ്യസ്. നല്ല ഡിലീഷ്യസ് ആയിരിക്കും, രുചിയും ഗുണവും കൂടും. ക്യാൻ ബി ഈറ്റൻ വിതൗട്ട് പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ നമുക്കത് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പപ്പായയെ കുറിച്ച് പറയുന്നുണ്ട്. വി ആർ യൂസ്ഡ് ബോത്ത് ആസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പപ്പായ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്സുമാണ്, ആസ് വെൽ ആസ് എന്താണ് ഒരു വെജിറ്റബിൾസും കൂടെയാണ്. വെൻ റൈപ്പ് വി ബിക്കം ഫുഡ് ഫോർ മെനി ക്രിയേച്ചേഴ്സ്. മാത്രമല്ല പല ജീവികൾക്കും ഇത് ഭക്ഷണമായിട്ട് മാറാറുണ്ട്. വി ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഈച്ച് റീജിയൻ. ഓരോ റീജിയനിലും ഓരോ പേരുകളിലാണ് അറിയപ്പെടാറുള്ളത്. വാട്ട് ഡു യു കോൾ അസ് ഇൻ യുവർ റീജിയൻ. നിങ്ങളുടെ റീജിയനിൽ എന്താണ് പറയപ്പെടുന്നത്? ചിലർ പപ്പായ എന്ന് പറയും, ചിലർ കർമൂസും കായ, ഓമക്കായ എന്നൊക്കെ പറയാറുണ്ട്. എല്ലാം ഈ ഒരു സംഭവം തന്നെയാണ്. ആർ ദർ പപ്പായ ട്രീസ് ഇൻ യുവർ സ്കൂൾ യാർഡ് ഓർ അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരത്തോ ഇതേപോലെ പപ്പായ ഉണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് നോട്ട് പ്ലാന്റ് ഇറ്റ്, നിങ്ങൾ അതൊന്ന് നട്ടുപിടിപ്പിക്കുക. ആർ ദർ എനി അതർ ഫ്രൂട്ട്സ് ലൈക്ക് ദീസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ ഇതേപോലെ വേറെ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ? ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ചാമ്പക്ക, പൈനാപ്പിൾ, റംബൂട്ടാൻ. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മുടെ ഏരിയകളിലൊക്കെ കണ്ടുവരാറുള്ളതാണ്. ഇനി സ്കൂൾ വെജിറ്റബിൾ ഗാർഡനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് ഓൾ ഐറ്റംസ് ആർ ഗ്രോൺ ഇൻ ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ. എന്താണ്? സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ ഒരുപാട് സാധനങ്ങൾ വളരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഡസ് യുവർ ഗാർഡൻ ഹാവ് ദ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നെസസറി ഫോർ ഹെൽത്തി ലിവിങ്. ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ നിങ്ങളുടെ സ്കൂൾ ഗാർഡനിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണ്? പൾസസിൽ എന്തൊക്കെയാണുള്ളത്? അവിടെ ഉള്ളത് എന്തൊക്കെയാണ്? ഇനി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതും അവിടെ പോയിന്റ് ചെയ്യുക. അതുപോലെ ട്യൂബേഴ്സിൽ, വെജിറ്റബിൾസിൽ
വെജിറ്റബിൾസിൽ ലീഫി വെജിറ്റബിൾസിൽ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പാൻഡ് ദ വെജിറ്റബിൾ ഗാർഡൻ വിത്ത് യുവർ ഫ്രണ്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രിപ്പയർഡ് ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലെ വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ഈ ഒരു പക്ഷി പറയുന്നത് ഐ ഓൾസോ ഈറ്റ് ദ പെസ്റ്റ് ഇൻ ദ ഫാം. എന്താണ്, കൃഷിത്തോട്ടങ്ങളിലെ പെസ്റ്റുകളിലൊക്കെ ഞാൻ കഴിക്കുമെന്നാണ് പറയുന്നത്. ഡസ് ദ വെജിറ്റബിൾ ഗാർഡൻ ബെനിഫിറ്റ് ഓൺലി അസ്? പച്ചക്കറി തോട്ടം എന്ന് പറയുന്നത് നമുക്ക് മാത്രം പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണോ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചർ നോക്കൂ. അല്ല അല്ലേ? ഈ പക്ഷി പറയുന്ന അവിടുത്തെ പെസ്റ്റ് ഒക്കെ കഴിക്കും എന്നുള്ളതാണ്. വാട്ട് അതർ ക്രിയേച്ചേഴ്സ് കം ഇൻ ടു ദ ഗാർഡൻ? ഡു ദേ കം ടു ദ ഫാം ഓൺലി ടു ഈറ്റ് പെസ്റ്റ്? അപ്പോൾ മറ്റേതൊക്കെ ജീവികളാണ് തോട്ടത്തിൽ വരാറുള്ളത്? ഇവ ഈ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ കീടങ്ങളെ മാത്രമാണോ കഴിക്കാറുള്ളത്? അപ്പോൾ ഏതൊക്കെ വരാറുള്ളത്? അണ്ണാനി, എലി, ഉറുമ്പ്, വവ്വാല്, പക്ഷികൾ, ഇതൊക്കെ വരാറുണ്ട് അല്ലേ? ഇവർ ശരിക്കും ഈ ഒരു പെസ്റ്റിനെ കഴിക്കാൻ മാത്രമല്ല അവിടുത്തെ വിളവ് കഴിക്കാനും അതുപോലെ തന്നെ പെസ്റ്റിനെ കഴിക്കാനും കൂടിയിട്ടാണ് വരാറുള്ളത്. ആർ ദ ക്രിയേച്ചേഴ്സ് ഹു കം ടു ഈറ്റ് ദ ക്രോപ്പ്? അപ്പോൾ വിളവ് തിന്നാൻ വേണ്ടിയിട്ടും ഇവയിൽ പലതും വരാറുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സംഭാഷണം ചിത്രീകരിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക നിങ്ങൾ ചെയ്യുക. ഹാവ് യു നോട്ടീസ് ദ ചില്ലീസ് ആൻഡ് പപ്പായ സ്പ്രൗട്ടിംഗ് അപ്പ് ഇൻ ദ സറൗണ്ടിങ്സ് വിത്തൗട്ട് പ്ലാന്റിങ് ദം? ഇപ്പോൾ നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ ഇതൊക്കെ നമുക്ക് ചുറ്റും വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഹൗ ക്യാൻ ഇറ്റ്സ് പോസിബിൾ? ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ബൈ ബേർഡ്സ് ആൻഡ് എനിമൽസ്. ബേർഡ്സും എനിമൽസും കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ മുളച്ച് വരാറുണ്ട്. അതുപോലെ തന്നെ ബൈ ദ വിൻഡിലൂടെ, കാറ്റിലൂടെ പോയിട്ട് മുളച്ചത് വരാറുണ്ട്. ബൈ ത്രോയിങ് എവേ ആഫ്റ്റർ യൂസ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ദൂരെ കളയും, അതിൽ നിന്നും മുളച്ച് വരാറുണ്ട്. ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെയും ഒഴുകി വരാറുണ്ട്. സോ ക്രിയേറ്റേഴ്സ് പ്ലേ എ റോൾ ഇൻ പെസ്റ്റ് കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. അപ്പോൾ പെസ്റ്റ് കൺട്രോളിലും അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സലിലും ഈ ഒരു ജീവികൾക്ക് വളരെയധികം പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനമാണ്. ഫസ്റ്റ് വൺ, ഡ്രോ എ ഹ്യൂമൻ ഫിഗർ ബൈ ഇൻക്ലൂഡിംഗ് സ്യൂട്ടബിൾ ഫുഡ് ഐറ്റംസ് ആസ് ബോഡി പാർട്സ്. റൈറ്റ് ഡൗൺ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിഗർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഒരു പക്ഷിയൊക്കെ വരച്ചത് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വെച്ചുകൊണ്ട് കണ്ടു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ശരീരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വരയ്ക്കുക. അപ്പോൾ അതിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ ഗുണം എഴുതുകയും ചെയ്യുക. എന്തൊക്കെയാണ്? ദ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസ്, ഹെൽപ്പ് ഇൻ ബോഡി ഗ്രോത്ത്, എൻഹാൻസ് ബോഡി ബ്യൂട്ടി. അപ്പോൾ പ്രധാനമായിട്ടും രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെ സഹായിക്കുക, ശരീരത്തിൻ്റെ ഭംഗിയെ നിലനിർത്തുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ബർഗർ പ്രിപ്പയർഡ് ബൈ മിത്ര. വാട്ട് ഫുഡ് ഐറ്റംസ് ഡറ്റ് ഇറ്റ് കണ്ടെയ്ൻ? എന്താണ് ഇത്? മിത്ര ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബർഗറാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ബണ്ണ്, ചിക്കൻ, ടൊമാറ്റോ, ക്യാബേജ്, ലെറ്റൂസ്, ചീസ്, സോസ് അല്ലേ? ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഡു യു തിങ്ക് ദ ബർഗർ ഈസ് ഹെൽത്തി? വൈ? ഈ ബർഗർ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണോ? എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. എ ബർഗർ ഈസ് നോട്ട് എ ഹെൽത്തി ഫുഡ്. ഈറ്റിംഗ് ദീസ് ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ഫുഡ്സ് ക്യാൻ കോസ് ഡിസീസസ്. അപ്പോൾ ഇതെന്താണ്? ബർഗർ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഫുഡ് അല്ല, മാത്രമല്ല ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡുകൾ കാരണമാകും എന്നും കൂടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തേർഡ് വൺ ആണല്ലേ? തേർഡ് വണ്ണിലേക്ക് കിടക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ കുറച്ച് ട്യൂബർ, പൾസസ്, എഗ്ഗ്, മില്ലറ്റ്സ്, എഡിബിൾ ഓയിൽ, ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വൺ ട്യൂബർ ആണ്. ട്യൂബർ വരുന്നത് ഇതിൽ ഏതാണ് കൂട്ടുകാരെ? ടാരോ ആണല്ലേ? ടാരോ ആണ് ട്യൂബറായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് പൾസസ് ആണ്. പൾസസ് വന്നിട്ടുള്ളത് ഏതാണ്? ബാർലി. നെക്സ്റ്റ് വൺ എഗ്ഗ് ആണ്. എഗ്ഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീനാണ്. സോ എഗ്ഗ് പ്രോട്ടീനാണ്. നെക്സ്റ്റ് വൺ മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സിൽ നമുക്ക് ഏത് കൊടുക്കാം? ലിറ്റിൽ മില്ലറ്റ്സ് കൊടുക്കാം. നെക്സ്റ്റ് വൺ എഡിബിൾ ഓയിൽ ആണ്. അതിൽ ഫാറ്റ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ഹാവൻറ്റ് യു സീൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ പിക്ചർ? താഴെ പിക്ചറിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. കളർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് വി കൺസ്യൂം കുക്ക്ഡ് ഇൻ റെഡ് ആൻഡ് അൺകുക്ക്ഡ് വൺസ് ഇൻ ഗ്രീൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ, കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന് റെഡും അതുപോലെ തന്നെ അൺകുക്ക്ഡ് ആയിട്ടുള്ളതിന് ഗ്രീനും കൊടുക്കുക. യു മേ കളർ ദ ഫുഡ് ഐറ്റംസ് വി കൺസ്യൂം എയ്തർ കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് ഇൻ യെല്ലോ. കുക്ക് ചെയ്യുന്നത് അൺകുക്ക് ചെയ്യുന്നത് രണ്ടും കൂടിയിട്ടുള്ളതിന് നമുക്ക് യെല്ലോയും കൊടുക്കാം. യു ക്യാൻ ഗീവ് ദ റെസ്പെക്റ്റീവ് കളേഴ്സ് ഇൻ ദ സ്മോൾ ബോക്സസ് ഗിവൺ ബിലോ ആൻഡ് ദ പിക്ചർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ നമ്മളെടുത്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇതൊന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ.
എന്തൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഇത്രയും ഫുഡ് ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ഇതിന് ഏതൊക്കെയാണ് ഗ്രീൻ ഏതൊക്കെയാണ് റെഡ് എന്നുള്ളത് അതിനനുസരിച്ച് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ഏത് കൊടുക്കാം? ഗ്രീൻ ഉള്ളത് ഏതൊക്കെയാണെന്ന് കൊടുക്കാം അല്ലേ. ഗ്രീന് വരുന്നത് ഏതൊക്കെയാണ്? അൺകുക്ക് ചെയ്യാത്തതാണ് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഗ്രേപ്സ് നമ്മൾ കുക്ക് ചെയ്യാറില്ല. ഗുവാവ നമ്മൾ കുക്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ മാംഗോ നമ്മൾ റോ മാംഗോ മാത്രം, പച്ച മാങ്ങ മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. പഴുത്തത് ചിലപ്പോൾ മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. ഇനി കുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? കുക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഇതാണ് അല്ലേ, യാം അഥവാ നമ്മുടെ ചേനയാണ്. അതുപോലെ തന്നെ റൈസ് നമ്മൾ കുക്ക് ചെയ്തിട്ടേ കഴിക്കുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ചിക്കൻ, ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ടേ കഴിക്കാറുള്ളൂ. ഇനി അടുത്തത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ടാപ്പിയോക്കോ, യെല്ലോ ആണ് കൊടുക്കേണ്ടത് അല്ലേ, യെല്ലോ കൊടുക്കാം. അടുത്തത് അനിയനാണ്, അനിയന് യെല്ലോ കൊടുക്കാം. പപ്പായ യെല്ലോ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മൈസിനും യെല്ലോ കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇത് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി ഇതിലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, അത് കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 6th ചാപ്റ്റർ ആണ്, ലിവിങ് സേഫ്ലി എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.